വാർത്തകൾ വിശദമായി. ക്രിയാത്മക നിർദ്ദേശങ്ങൾ ഗൗരവമായി പരിഗണിച്ച് സംസ്ഥാനത്ത് വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. താലൂക്ക് തലത്തിൽ മന്ത്രിതല സമിതി കൂടി നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിഞ്ഞെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കായംകുളം താമരശ്ശേരി കൺവെൻഷൻ സെന്ററിൽ ആലപ്പുഴ ജില്ലാ നവകേരള സദസ്സിന്റെ രണ്ടാം പ്രഭാത യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ അഭിപ്രായങ്ങൾ പങ്കുവച്ചത്. സമൂഹത്തിന്റെ വിവിധ മേഖലകളെ പ്രതിനിധീകരിച്ച് എത്തുന്നവരുമായുള്ള ആശയ സംവേദനത്തിൽ വിലപ്പെട്ട നിർദ്ദേശങ്ങളാണ് ഇതുവരെ ലഭിച്ചതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. യോഗങ്ങളിൽ ഉരുത്തിരിയുന്ന ക്രിയാത്മകമായ ആശയങ്ങൾ ഗൗരവമായി പരിഗണിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി. ഓണാട്ടുകരയുടെ കാർഷിക പെരുമ, സംയോജിത കൃഷി, ടൂറിസം സാധ്യതകൾ, ഭിന്നശേഷി വ്യക്തികളുടെ പ്രശ്നങ്ങൾ, ഉന്നത വിദ്യാഭ്യാസം, തൊഴിൽ, ആയുർവേദം തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള നിർദ്ദേശങ്ങളാണ് യോഗത്തിൽ ചർച്ചയായത്. തീരുമാനങ്ങൾ വേഗത്തിലെടുക്കുക, ജനങ്ങൾക്ക് തീരുമാനങ്ങളുടെ സ്വാദ് അനുഭവിക്കാനാകുക എന്നതാണ് സർക്കാർ നയമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പ്രശ്നപരിഹാരത്തിനായി താലൂക്ക് തലത്തിൽ മന്ത്രിതല സമിതി കൂടി ഒട്ടേറെ കാര്യങ്ങൾ പരിഹരിക്കാനായെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഓരോ മേഖലയെയും പ്രത്യേകമായി പരിഗണിച്ച് തടസ്സങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാൻ കഴിഞ്ഞെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മാവേലിക്കര ബിഷപ്പ് എബ്രഹാം മാർ എപ്പിഫാനിയോസ്, സ്വാതന്ത്ര്യ സമര സേനാനി കെ.എ. ബക്കർ, ജാഫർ സാദിഖ് സിദ്ദിഖി, കലാകാരി എസ്. കൺമണി, വിദേശ വ്യവസായി ജോൺ മത്തായി, സമസ്ത മുഷാഹറ അംഗം താഹ മുസ്ലിയാർ കായംകുളം എന്നിവർക്കൊപ്പമായിരുന്നു മുഖ്യമന്ത്രി പ്രഭാത ഭക്ഷണം കഴിച്ചത്. ഹരിപ്പാട്, കായംകുളം, മാവേലിക്കര, ചെങ്ങന്നൂർ മണ്ഡലങ്ങളുടെ പ്രഭാത സദസ്സായിരുന്നു ശനിയാഴ്ച നടന്നത്. പ്രതീക്ഷകൾക്കപ്പുറമുള്ള ജനബാഹുല്യം കൊണ്ട് കായംകുളം നിയോജക മണ്ഡലത്തിലെ നവകേരള സദസ്സ് നിറഞ്ഞു കവിഞ്ഞു. എൽമക്സ് ഗ്രൗണ്ടായിരുന്നു വേദി. മുത്തുക്കുടകളും തോരണങ്ങളും ബലൂണുകളും കൊണ്ട് അലങ്കരിച്ച വീഥിയിലൂടെ കലാരൂപങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെയാണ് കായംകുളം മന്ത്രിസഭയെ എതിരേറ്റത്. മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ വേദിയിൽ സ്വീകരിച്ചു. സദസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിൽ എം.എൽ.എ. യു. പ്രതിഭ അധ്യക്ഷയായിരുന്നു. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി.ആർ. അനിൽ, തുറമുഖ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ, പൊതുമരാമത്ത് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് എന്നിവരും സദസ്സിൽ സംസാരിച്ചു. കായംകുളത്തും ആലപ്പുഴയിലും മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഡിവൈഎഫ്ഐക്കാർ മർദ്ദിച്ചെന്ന് ആരോപണം. പരിക്കുപറ്റിയവരെ രമേശ് ചെന്നിത്തല എം.എൽ.എ. ഹരിപ്പാട് ആശുപത്രിയിൽ സന്ദർശിച്ചു. പ്രതിഷേധ പ്രകടനം നടത്തുന്ന KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഭീകരമായി മർദ്ദിക്കുന്ന കാഴ്ചയാണ് കേരളത്തിൽ കാണാൻ കഴിയുന്നതെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു. ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കരുതേണ്ടെന്നും ചെന്നിത്തല പറഞ്ഞു. പ്രതിഷേധ പ്രകടനം നടത്തുന്ന യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ ഭീകരമായി മർദ്ദിക്കുന്ന നടപടി ശക്തമായി പ്രതിഷേധിക്കുകയാണ്. ഗുണ്ടകളുമായിട്ടാണ് മുഖ്യമന്ത്രി സഞ്ചരിക്കുന്നത്. ആ ഗുണ്ടകളാണ് ചെറുപ്പക്കാരെ മുഴുവൻ മർദ്ദിക്കുന്നത്. കരിങ്കൊടി പ്രകടനം നടത്തുക എന്നുള്ളത് ജനാധിപത്യത്തിൽ എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അത് പ്രതിഷേധത്തിൻ്റെ സൂചനയാണ്. അങ്ങനെ പ്രതിഷേധിക്കുന്നവരെ മുഴുവൻ തല്ലി തകർത്തുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന് പിണറായി വിജയൻ ഭരിക്കേണ്ട ശക്തമായി തന്നെ അതിനെ നേരിടും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഗുണ്ടകളുടെ അകമ്പടിയോടെയാണ് മുഖ്യമന്ത്രി സഞ്ചരിക്കുന്നതെന്നും രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയും ഭിന്നശേഷിക്കാരനുമായ അജിമോൻ കണ്ടല്ലൂരിനും മർദ്ദനത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ ആശുപത്രിയിൽ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴായിരുന്നു രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ചത്. കൊട്ടേഷൻ സംഘത്തിന്റെ അകമ്പടിയോടെയാണ് മുഖ്യമന്ത്രി കേരളത്തിൽ സഞ്ചരിക്കുന്നതെന്നും മാത്യു കുഴൽനാടൻ എം.എൽ.എ. നവകേരള സദസ്സിന്റെ പേരിൽ CPIM വ്യാപക അക്രമത്തിനാണ് നേതൃത്വം കൊടുക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. പോലീസിന്റെ അകമ്പടിയേക്കാൾ മുഖ്യമന്ത്രി പ്രാധാന്യം കൊടുക്കുന്നത് കൊട്ടേഷൻ സംഘത്തിന്റെ അകമ്പടിക്കാണെന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞു. ഈ സംഘമാണ് പലയിടത്തും അക്രമങ്ങൾ അഴിച്ചുവിടുന്നത്.
ഇവർക്ക് പാർട്ടി ഏതാ, പ്രവർത്തകർ ആരാ എന്നൊന്നും അറിയില്ലെന്നും അതുകൊണ്ടാണ് CPIM പ്രവർത്തകർ വരെ മർദ്ദനത്തിന് ഇരയാകുന്നതെന്നും കുഴൽനാടൻ ആരോപിച്ചു. KPCC ജനറൽ സെക്രട്ടറി MJ ജോബിന്റെ വീട് ആക്രമിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് ആലപ്പുഴയിൽ നടത്തിയ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മാത്യു കുഴൽനാടൻ MLA. അക്രമം ഏറ്റവും ഒടുവിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള MJ ജോബിന്റെ വീടടക്കം കയറി ആക്രമിക്കുന്ന നിലയിലേക്ക് മാറിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങളുടെ നാട്ടിലൂടെ ഈ നവകേരള സദസ്സ് പോയപ്പോഴും സമാനമായ അനുഭവങ്ങൾ അവിടെ ഉണ്ടായി. ഇന്ന് മുഖ്യമന്ത്രി കേരളത്തിൽ സഞ്ചരിക്കുന്നത് കേരള പോലീസിൻ്റെ അകമ്പടിയേക്കാളും അദ്ദേഹം മതിപ്പും വിലയും കാണുന്നത് അദ്ദേഹത്തോടൊപ്പം കൊണ്ടുനടക്കുന്ന ഒരു കൊട്ടേഷൻ സംഘത്തിൻ്റെ അകമ്പടിക്കാണ്. ആ കൊട്ടേഷൻ സംഘക്കാർക്ക് പാർട്ടി ഏതാ, പ്രവർത്തകൻ ഏതാ എന്നറിയില്ലാത്തതുകൊണ്ടാണ് എറണാകുളത്ത് വെച്ച് അതിക്രൂരമായി ഒരു CPM പ്രവർത്തകനെ അവർ ആക്രമിക്കുകയും അയാൾ ആശുപത്രിയിലാവുകയും ചെയ്തത്. എവിടെയൊക്കെ അക്രമം നടത്തണമെന്ന് വെച്ചാൽ അതിനുവേണ്ടി തയ്യാറെടുത്ത് അതിനുവേണ്ടി ഒരു പ്രത്യേക സംഘം മുഖ്യമന്ത്രിക്കൊപ്പം സഞ്ചരിക്കുകയാണ്. അവർ തന്നെയാണ് ഇവിടെയും അക്രമം നടത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇന്ന് കേരളത്തിൽ ഭയത്തിൻ്റെ ഒരു അന്തരീക്ഷം വിതച്ച് ഈ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകാമെന്നാണ് മുഖ്യമന്ത്രി ധരിക്കുന്നത് എങ്കിൽ അതിശക്തമായ ഒരു താക്കീത് ഞങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്നു. DCC പ്രസിഡന്റ് B. ബാബു പ്രസാദ്, നേതാക്കളായ AA ഷുക്കൂർ, ഷാനിമോൾ ഉസ്മാൻ, അഡ്വക്കേറ്റ് KP ശ്രീകുമാർ, S. ശരത് തുടങ്ങിയവർ ആലപ്പുഴ ജനറൽ ആശുപത്രിക്ക് മുൻപിൽ നടത്തിയ പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. കുട്ടനാട് നിയോജക മണ്ഡലത്തിൽ നടന്ന നവകേരള സദസ്സിൽ ആകെ ലഭിച്ചത് 812 നിവേദനങ്ങൾ. 24 കൗണ്ടറുകൾ സജ്ജീകരിച്ചുകൊണ്ടായിരുന്നു പരാതികൾ സ്വീകരിച്ചത്. നവകേരള സദസ്സ് ആരംഭിക്കുന്നതിന് 3 മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ നിവേദനങ്ങൾ സ്വീകരിച്ചു തുടങ്ങിയിരുന്നു. 1 മണി മുതൽ തന്നെ നിരവധി പേർ നിവേദനവുമായി എത്തിത്തുടങ്ങി. സ്ത്രീകൾ, മുതിർന്ന പൗരന്മാർ, ഭിന്നശേഷിക്കാർ എന്നിവർക്കായി പ്രത്യേക കൗണ്ടറുകളും സജ്ജീകരിച്ചിരുന്നു. 20 കൗണ്ടറുകൾ പ്രവർത്തിപ്പിക്കാനായിരുന്നു ആദ്യ തീരുമാനം. എങ്കിലും പിന്നീട് 4 കൗണ്ടറുകൾ കൂടി അധികമായി പ്രവർത്തിച്ചു. കൗണ്ടറുകളിൽ സഹായം നൽകുന്നതിന് വോളണ്ടിയേഴ്സിന്റെ സേവനവും ഉറപ്പാക്കിയിരുന്നു. കുട്ടനാടിന് ശേഷം ഹരിപ്പാട് നിയോജക മണ്ഡലത്തിൽ നടത്തിയ നവകേരള സദസ്സിൽ 5772 പരാതികളാണ് ലഭിച്ചത്. ചങ്ങനാശ്ശേരി ബിവറേജിന് സമീപം പരിക്കേറ്റ് അബോധാവസ്ഥയിൽ കിടന്ന യുവാവിന്റെ മരണം കൊലപാതകമെന്ന് തെളിഞ്ഞതായി പോലീസ്. കേസിൽ 2 പേർ അറസ്റ്റിലായി. 1 മാസം മുമ്പ് ചങ്ങനാശ്ശേരി ബിവറേജിന് സമീപം തൃക്കുടിത്താനം കൊക്കോട്ടുചിറ സ്വദേശി അഭിലാഷിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പായിപ്പാട് സ്വദേശി അഖിൽ എന്ന് വിളിക്കുന്ന ജോസഫ് സേവ്യർ, ചങ്ങനാശ്ശേരി പുഴവാത് സ്വദേശി ഉണ്ണി എന്ന് വിളിക്കുന്ന ഉണ്ണികൃഷ്ണൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ബിവറേജസിന് സമീപം ഗുരുതര പരിക്കുകളോടെ കണ്ടെത്തിയ അഭിലാഷിനെ ചങ്ങനാശ്ശേരി പോലീസ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും അഭിലാഷ് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. കേസ് ചാർജ് ചെയ്തുള്ള തുടരന്വേഷണത്തിലാണ് കൊലപാതകമെന്ന് തെളിയുകയും SHO റിച്ചാർഡിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ഉണ്ടായത്. കടപ്ര ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഭോജന എന്ന പേരിൽ പൊതിച്ചോറ് വിതരണ പദ്ധതി ആരംഭിച്ചു. മാന്നാർ ശാന്തിനിവാസ് ചാരിറ്റബിൾ സൊസൈറ്റിയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. പൊതിച്ചോറ് വിതരണ പദ്ധതിയുടെ ഉദ്ഘാടനം ബുധനൂർ ഇലഞ്ഞിമേൽ ഗാന്ധിഭവൻ ദേവാലയത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KR മോഹനൻ നിർവഹിച്ചു. പ്രസിഡന്റ് PB ഷുജാഹുദ്ദീൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ശാന്തിനിവാസ് ചാരിറ്റബിൾ സൊസൈറ്റി കൺവീനർ സതീഷ് ശാന്തിനിവാസ്, ക്ലബ് സെക്രട്ടറി വിനു ഗ്രിത്തോസ്, ഗാന്ധിഭവൻ ഡയറക്ടർ ഗംഗാധരൻ, പ്രശാന്ത് കുമാർ, ലിജോ പുളിമ്പള്ളി, PC രവി എന്നിവർ സംസാരിച്ചു. രണ്ടാമത് വിതരണ ഉദ്ഘാടനം മാന്നാർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നടന്നു. ലയൺസ് ക്ലബ് ഭാരവാഹികൾ ഡോക്ടർ ഗാഥയ്ക്ക് പൊതിച്ചോറ് നൽകിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. മൂന്നാമത് വിതരണോദ്ഘാടനം ചെന്നിത്തല ചെറുകോൾ ഈഴക്കടവ് അൽഫോൻസ ധ്യാന കേന്ദ്രത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗം ഷിബു കിളിമന്തറയിൽ സിസ്റ്റർ ചെറുപുഷ്പത്തിന് നൽകി നിർവഹിച്ചു. ഈ ചെറിയൊരു നിങ്ങൾ ചെയ്തപ്പോൾ എല്ലാം എനിക്ക് തന്നെയാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ സ്ഥാപകൻ അച്ഛൻ്റെ വചനവും ഇതായിട്ട് കാര്യസുമായിട്ട് വെച്ചിരിക്കുന്ന വചനവും ഇത് തന്നെയാണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഓരോ നിസ്സാരമായി നിങ്ങളെ സംബന്ധിച്ച് ഓരോരുത്തരുടെയും ഓരോ കോൺട്രിബ്യൂഷൻ ആണല്ലോ ഈ പൊതിച്ചോറ്. തീർച്ചയായിട്ടും ഇതിലെല്ലാം വളരെയധികം വളരെ വലിയൊരു നിധി തന്നെയാണ് ഞാൻ ഇതിനകത്ത് കാണുന്നത്. കാരണം ഇത് നമ്മൾ ചെയ്യുന്ന ഓരോ നിസ്സാര കാര്യങ്ങളും സ്നേഹത്തോടുകൂടി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ പ്രതിഫലം വലുതാണ്. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമെതിരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ സംസ്ഥാന ശിശുവികസന വകുപ്പ് നടത്തിവരുന്ന ഓറഞ്ച് ദി വേൾഡ് ക്യാമ്പയിന്റെ ഭാഗമായി പായിപ്പാട് ഗ്രാമപഞ്ചായത്തിലെ മല്ലപ്പള്ളി 15-ാം നമ്പർ അങ്കണവാടിയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. പഞ്ചായത്തിലെ 15, 16, 26 എന്നീ അങ്കണവാടികളിലെ വർണ്ണക്കൂട് കൗമാര ക്ലബിലെ അംഗങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. പായിപ്പാട് ഗ്രാമപഞ്ചായത്ത് ജാഗ്രതാ സമിതിയുടെയും റേഡിയോ മീഡിയ വില്ലേജ് കൊല്ലാപുരം സബ്സ്റ്റേഷന്റെയും നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പായിപ്പാട് ഗ്രാമപഞ്ചായത്ത് 10-ാം വാർഡ് മെമ്പർ കരുണാകരൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പായിപ്പാട് ഗ്രാമപഞ്ചായത്തിൻ്റെ
10-ാം വാർഡിൽ 10-ാം വാർഡിൻ്റെ 15-ാം നമ്പർ അംഗൻവാടി ജാഗ്രതാ സമിതി കോർഡിനേറ്റർ NV വിനുമോൾ അധ്യക്ഷത വഹിച്ചു. റേഡിയോ മീഡിയ വില്ലേജ് കൊല്ലാപുരം സബ് സ്റ്റേഷൻ കോർഡിനേറ്റർ ജോഷി കൊല്ലാപുരം മുഖ്യപ്രഭാഷണം നടത്തുകയും അങ്കണവാടിക്ക് റേഡിയോ നൽകുകയും ചെയ്തു. റേഡിയോ മീഡിയ വില്ലേജ് സ്റ്റേഷൻ ഹെഡ് ബിവിൻ രാജ്, അങ്കണവാടി ടീച്ചർമാരായ സംഗീത, KG ബിജി, PO ജാസ്മിൻ എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ചാരായം മാറ്റാൻ പാകപ്പെടുത്തിയ 70 ലിറ്റർ വാഷ് എക്സൈസ് പിടികൂടി. കുട്ടനാട്ടിലെ കൊടുപ്പുന്നയിൽ നിന്നുമാണ് വാഷ് പിടിച്ചെടുത്തത്. ക്രിസ്മസ് ന്യൂ ഇയർ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി രാത്രികാലങ്ങളിൽ എക്സൈസ് നടത്തിവരുന്ന പരിശോധനയിലാണ് വാഷ് കണ്ടെടുത്തത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് സുമേഖിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. കുറുപ്പുന്ന മുറിയിൽ നടുവിലെ വരമ്പിനകം പാടശേഖരത്തിന്റെ ബണ്ടിൽ നടത്തിയ പരിശോധനയിൽ വാഴത്തോപ്പിൽ ഒളിപ്പിച്ചു വെച്ച നിലയിലാണ് 70 ലിറ്റർ വാഷ് കണ്ടെടുത്തത്. എക്സൈസ് സംഘത്തിൽ സിവിൽ എക്സൈസ് ഓഫീസർ രണദിവെ, എക്സൈസ് ഡ്രൈവർ ബെൻസി തുടങ്ങിയവർ ഉണ്ടായിരുന്നു. മതസൗഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശമുയർത്തി 222ാമത് ചങ്ങനാശ്ശേരി ചന്ദനക്കുടം ഈ മാസം 25-26 തീയതികളിൽ ആഘോഷിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയതായി ജമാഅത്ത് പ്രസിഡന്റ് ഹാജി PSM ബഷീർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചന്ദനക്കുടത്തിന് തുടക്കം കുറിച്ച് ഞായറാഴ്ച വൈകിട്ട് 5-ന് കൊടി കയറും. 222 ചന്ദനക്കുടത്തിന്റെ ആരംഭം കുറിച്ചുകൊണ്ട് നാളെ ഡിസംബർ 17-ാം തീയതി കൊടിയേറ്റ് കർമ്മം നടത്തപ്പെടുന്നു. 25-26 തീയതികളിൽ 4 മണിക്ക് പൊതുസമ്മേളനം നടത്തപ്പെടുന്നതാണ്. അങ്ങനെയുള്ള ഈ സംരംഭത്തിൻ്റെ വർഷങ്ങളായിട്ട് ചന്ദനക്കുട മഹോത്സവം തുടർച്ചയായിട്ട് തീർത്തും എന്നും എല്ലാ കാലങ്ങളിലും മുന്നോട്ട് പോകാൻ വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ജമാഅത്ത് പ്രസിഡന്റ് ഹാജി PS മുഹമ്മദ് ബഷീർ ആഘോഷത്തിന് തുടക്കം കുറിച്ച് കൊടിയേറ്റ് കർമ്മം നിർവഹിക്കും. പാറയിൽ ചന്ദനക്കുടത്തിനായി വൈസ് പ്രസിഡന്റ് MS നൌഷാദ് കൊടിയേറ്റും. 25-ന് വൈകിട്ട് 5-ന് നടക്കുന്ന മാനവ മൈത്രി സംഗമം സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്യും. ജമാഅത്ത് പ്രസിഡന്റ് ഹാജി PSM ബഷീർ അധ്യക്ഷത വഹിക്കും. കൊടിക്കുന്നിൽ സുരേഷ് MP, അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ MLA, നഗരസഭാ ചെയർപേഴ്സൺ ബീന ജോബി, വൈസ് ചെയർമാൻ മാത്യൂസ് ജോർജ്, വിവിധ സമുദായ നേതാക്കൾ തുടങ്ങിയവർ സംസാരിക്കും. തുടർന്ന് പഴയപള്ളിയിലേക്ക് പുറപ്പെടുന്ന ചന്ദനക്കുടം ഘോഷയാത്രയ്ക്ക് വിവിധയിടങ്ങളിൽ സ്വീകരണമൊരുക്കും. 10-ന് ചന്ദനക്കുട ഘോഷയാത്ര പുതൂർ പള്ളിയിൽ എത്തിച്ചേരുന്നതോടെ ആദ്യ ദിവസത്തെ ഘോഷയാത്ര സമാപിക്കും. 2ാം ദിവസമായ 26-ന് രാവിലെ 7:30-ന് ചന്ദനക്കുട ഘോഷയാത്ര ഇരുപ്പ തൈക്കാവിൽ നിന്നും പുറപ്പെട്ട് ആരമല തൈക്കാവിൽ എത്തിച്ചേരും. വിവിധ സംഘടനകളുടെ സ്വീകരണ ശേഷം ഘോഷയാത്ര പള്ളിയങ്കണത്തിൽ തിരിച്ചെത്തും. വൈകിട്ട് 5-ന് ചന്ദനക്കുട ഘോഷയാത്ര ചന്തക്കടവ് മൈതാനിയിൽ നിന്നാണ് ആരംഭിക്കുക. മുസാവരി ജംഗ്ഷനിൽ ആദ്യ സ്വീകരണമൊരുക്കും. KPMS, പോലീസ് സ്റ്റേഷൻ, മെത്രാപ്പൊലിത്തൻ പള്ളി, കവല ജംഗ്ഷൻ, PMJ കോംപ്ലക്സ് എന്നിവിടങ്ങളുടെ സ്വീകരണ ശേഷം ഘോഷയാത്ര പള്ളിയങ്കണത്തിൽ എത്തിച്ചേരും. രാത്രി 12:15-ന് ചന്ദനക്കുടം നേർച്ചപ്പാറയിലേക്ക് പുറപ്പെടും. തുടർന്ന് ഇവിടെ നിന്നും പുറപ്പെട്ട് ചന്ദനക്കുടം പള്ളിയിൽ തിരിച്ചെത്തുന്നതോടെ ഈ വർഷത്തെ ആഘോഷത്തിന് സമാപനമാകും. പരിപാടികൾ വിശദീകരിക്കാൻ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ സെക്രട്ടറി MH ഹനീഫ, ഖജാൻജി PA ഷാഹുൽ ഹമീദ്, വൈസ് പ്രസിഡന്റ് MS നൌഷാദ്, ജോയിന്റ് സെക്രട്ടറി KA ഷമീർ, ചന്ദനക്കുട കമ്മിറ്റി ജനറൽ കൺവീനർ KH മുഹമ്മദ് യൂസഫ്, ജോയിന്റ് കൺവീനർ സക്കീർ പാടയിൽ എന്നിവർ പങ്കെടുത്തു. ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ 12 നോയമ്പ് മഹോത്സവം ഈ മാസം 17-ന് കൊടിയേറി 28-ന് സമാപിക്കും. 17-ന് രാവിലെ 6-ന് 108 നാളികേരം കൊണ്ടുള്ള മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിക്കും. 17-ന് രാവിലെ 9-ന് കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ മുഖ്യ കാര്യദർശിമാരായ രാധാകൃഷ്ണൻ നമ്പൂതിരി, ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, ഒളശ മംഗലത്തില്ലത്ത് ഗോവിന്ദൻ നമ്പൂതിരി, മേൽശാന്തിമാർ എന്നിവരുടെ കാർമ്മികത്വത്തിൽ തൃക്കൊടിയേറ്റും ചമയക്കൊടിയേറ്റും നടക്കും. 18-ന് രാവിലെ 8-ന് ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞം ആരംഭിക്കും. 22-ന് രാവിലെ 9:30-നാണ് പ്രസിദ്ധമായ നാരീപൂജ. കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന നാരീപൂജ ചടങ്ങിൽ മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരി സ്ത്രീകളുടെ പാദം കഴുകി നാരീപൂജ ഉദ്ഘാടനം ചെയ്യും. ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ 12 നോയമ്പ് മഹോത്സവത്തിന്റെ പ്രാരംഭം കുറിച്ചുകൊണ്ട് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം വെളുപ്പിനെ തന്നെ ആരംഭിക്കുന്നതാണ്. അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിന് ശേഷം തൃക്കൊടിയേറ്റും ചമയക്കൊടിയേറ്റും എന്ന 2 ചടങ്ങ് നടക്കുന്നതാണ്. തുടർന്ന് നാരീപൂജ, തിരുവാഭരണ ഘോഷയാത്രകൾ, അതുപോലെ തന്നെ 12 നോയമ്പ് സമാപനം, കൊടിയിറക്ക്, മഞ്ഞനീരാട്ട്, ഇങ്ങനെ നിരവധി പരിപാടികൾ, അങ്ങനെ 12 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികളും കൂടാതെ 7 ദിവസം നീണ്ടു നിൽക്കുന്ന സപ്തദിന
നവാഹയജ്ഞവും നടത്തുന്നതാണ്. അങ്ങനെ എല്ലാ ഉത്സവത്തിന് 12 നോയമ്പിന് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ഏതാണ്ട് സമാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നാരീപൂജ ചടങ്ങിന് മുന്നോടിയായി നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരി അധ്യക്ഷത വഹിക്കും. ജനപ്രതിനിധികൾ, രാഷ്ട്രീയ, സാമുദായിക, സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുക്കും. 27 രാവിലെ 9 കലശാഭിഷേകവും ഉച്ചകഴിഞ്ഞ് 3 കാവുംഭാഗം തിരുവേറാങ്കാവ് ക്ഷേത്രത്തിൽ നിന്ന് തിരുവാഭരണ ഘോഷയാത്രയും നടക്കും. സമാപന ദിവസമായ 28 കാവടി കരകാട്ടവും ചക്കരക്കുളത്തിൽ ആറാട്ടും തൃക്കൊടിയിറക്കവും തുടർന്ന് മഞ്ഞനീരാട്ടും നടക്കും. 12 നോയമ്പ് മഹോത്സവത്തിന് മീഡിയ കൺവീനർ അജിത് കുമാർ പിഷാരത്, ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് MP രാജീവ്, സെക്രട്ടറി PK സ്വാമിനാഥൻ എന്നിവർ നേതൃത്വം വഹിക്കും. ചങ്ങനാശ്ശേരി പാറേപ്പള്ളിയിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ അമലോത്ഭവ തിരുനാളിന് ഡിസംബർ 17 ഞായറാഴ്ച കൊടിയിറങ്ങും. വൈകുന്നേരം 4:30 ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്കുള്ള പ്രദക്ഷിണം ആരംഭിക്കും. ഞായറാഴ്ച രാവിലെ 5:30 വിശുദ്ധ കുർബാനയോടെയാണ് കൊടിയിറക്ക് തിരുനാളിന്റെ കർമ്മങ്ങൾ ആരംഭിക്കുന്നത്. 7:15, 9:30, 11:30, ഉച്ചകഴിഞ്ഞ് 2:30 കുർബാന ഉണ്ടായിരിക്കും. വൈകുന്നേരം 4:30 ആരംഭിക്കുന്ന ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്ക് വികാരി ജനറൽ ഫാദർ ഡോക്ടർ ജെയിംസ് പാലിക്കൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. കുർബാനയ്ക്ക് ശേഷമാണ് റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്കുള്ള പ്രദക്ഷിണം തിരിച്ച് പള്ളിയിലെത്തുമ്പോൾ ഈ വർഷത്തെ തിരുനാളിന് കൊടിയിറങ്ങും. കൊടിയിറക്ക് തിരുനാളിന്റെ കർമ്മങ്ങൾ KCV 32 നമ്പർ സ്മാർട്ട് ചാനലിൽ തത്സമയം സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും. മനസ്സിൽ പതിയുന്ന രൂപങ്ങളെ അതിമനോഹരമായ ചിത്രങ്ങളായും ജീവൻ തുടിക്കുന്ന ശില്പങ്ങളായും മാറ്റിയെടുക്കുകയാണ് ചങ്ങനാശ്ശേരി വാഴപ്പള്ളി സ്വദേശി PN രാധാകൃഷ്ണൻ എന്ന കലാകാരൻ. സിമെന്റിൽ തീർത്ത നടരാജ വിഗ്രഹവും കഥകളി രൂപങ്ങളും ആനകളും അലങ്കാര വസ്തുക്കളും ഒക്കെ ആരെയും അത്ഭുതപ്പെടുത്തും. എട്ടടി ഉയരമുള്ള നടരാജ വിഗ്രഹം, 4 അടിയിലധികം ഉയരമുള്ള വിവിധ കഥകളി വേഷങ്ങളുടെ ശില്പങ്ങൾ, പല വലിപ്പത്തിലുള്ള ആനകൾ, അലങ്കാര വസ്തുക്കൾ, ഇങ്ങനെ ജീവൻ തുടിക്കുന്ന നിരവധി ശില്പങ്ങളുണ്ട് ചങ്ങനാശ്ശേരി വാഴപ്പള്ളി മഞ്ചാടിക്കര പടനിലത്ത് പ്രണവം വീട്ടിൽ. ഒക്കെയും സിമന്റിൽ തീർത്തവ. മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നും വിരമിച്ച PN രാധാകൃഷ്ണനാണ് ശില്പി. ശില്പകല മാത്രമല്ല, ചിത്രകലയിലും പ്രതിഭ തെളിയിച്ച കലാകാരൻ. എണ്ണച്ചായത്തിൽ പിറവിയെടുത്ത രവിവർമ്മ ചിത്രങ്ങളും ചുവർചിത്രങ്ങളുമൊക്കെ ആരെയും ആകർഷിക്കും. കുട്ടിക്കാലത്ത് ചിത്രകലയോടായിരുന്നു രാധാകൃഷ്ണന് താൽപ്പര്യം. ഇത് പിന്നീട് ശില്പകലയിലേക്കും വഴിമാറുകയായിരുന്നു. വാഴപ്പള്ളി നാരായണൻ നായർ എന്ന ഗുരുവിന് കീഴിൽ ഗുരുകുല സമ്പ്രദായത്തിലാണ് ചിത്രകല അഭ്യസിച്ചത്. ഇപ്പം ഞാൻ ചെറുപ്പത്തിൽ ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ അടുത്തൊരു ആശാനുണ്ട് ഈ പടമ്പര, ആ പുള്ളിയുടെ കീഴിലായിരുന്നു ഞാൻ എൻ്റെ ഈ ചിത്രകലയുടെ പ്രാഥമികമായ ഫ്രീ ഹാൻഡ് ഡിസൈൻ പഠിച്ചായിരുന്നു. അത് 2-3 കൊല്ലത്തോളം പഠിച്ചായിരുന്നു. അന്ന് കിട്ടിയ എൻ്റെ കഴിവാണ് ഇപ്പം എനിക്കുള്ളത്. അതിനുശേഷം മുഴുവൻ ഈ പെയിൻറ്റിങ്ങും എല്ലാം കംപ്ലീറ്റ് തന്നെ കേട്ടും ചെയ്യുവാണല്ല. ഒരു ആശാൻ്റെ കീഴിലല്ലായിരുന്നു എൻ്റെ ഈ ഓയിൽ പെയിൻറ്റിങ്ങും ഇനാൽ പെയിൻറ്റിങ്ങും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതെല്ലാം സ്വന്തമായിട്ട് കണ്ടും കേട്ടൊക്കെ ആയിട്ടാണ്. അത് പിന്നെ അതെനിക്കിപ്പോൾ എനിക്ക് ജോലി കിട്ടി, എനിക്ക് മൃഗസംരക്ഷണത്തിന് ജോലി കിട്ടി. അത് കഴിഞ്ഞ്
പെൻഷനായതിനു ശേഷമാണ് ബാക്കിയെല്ലാം കുറച്ച് ചെയ്തത്. കൂടുതലും ചെയ്തിരിക്കുന്ന ഈ യുവമചിത്രങ്ങളാണ്. പിന്നെ ചെയ്തിട്ടുണ്ട് ചിത്രങ്ങളായിട്ട്. കളിമണ്ണും ചെളിയും കുഴച്ചാണ് ആദ്യകാലത്ത് ശില്പങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയത്. പിന്നീട് സിമന്റിലേക്ക് മാറുകയായിരുന്നു. സിമന്റിൽ തീർത്ത ശില്പങ്ങൾ ദീർഘകാലം നിലനിൽക്കുമെന്ന് രാധാകൃഷ്ണൻ പറയുന്നു. അതുകൊണ്ട് തന്നെ വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചവ പോലും ഇപ്പോഴും ഇവിടെയുണ്ട്. ഇതിപ്പം തന്നെ നമ്മൾ ആദ്യം അതിൻ്റെ ഡിസൈൻ ചെയ്യേണ്ടത്. ചെറിയൊരു പടം കിട്ടുവാണെങ്കിൽ ആ പടം നമ്മളെ എല്ലാവർക്കും വലുതാക്കി വരയ്ക്കും, പേപ്പർ വരയ്ക്കും. എന്നിട്ട് ആ പേപ്പർ കണക്കാക്കി അവിടെ കമ്പി എല്ലാം കൂടി ഫിറ്റ് ചെയ്യുക. ഓരോന്ന് റൗണ്ട് കമ്പി, ഇടയ്ക്കെല്ലാം ഒരു കമ്പി, ആവശ്യമായ കമ്പി ഫിറ്റ് ചെയ്ത ശേഷം പിന്നെ അതിൽ നിന്ന് പ്രത്യേകം സിമെൻറ്റ് ഇങ്ങനെ ഇതാക്കി, സിമെൻറ്റും മണലും ചേർത്താണ്, വേറെ മറ്റു വരികയല്ല. സിമെൻറ്റും മണലും മാത്രം ചേർത്ത് വെച്ച് പിടിക്കും. ഞാനുണ്ടാക്കിയ എൻ്റെ തലമുറ കഴിഞ്ഞാൽ അതുപോലെ ഇരിക്കും, സിമെൻ്റ് ആയതുകൊണ്ട്. മറ്റേക്കാണ് പ്ലാസ്റ്റർ പാരിസ് ഉണ്ടാക്കാം. പ്ലാസ്റ്റർ പാരിസ് ഉണ്ടാക്കി കഴിയുമ്പോൾ പെയിൻ്റ് ഒക്കെ അടിക്കുമ്പോൾ ചിലപ്പോൾ ഈ എൻ്റെ വായുവിലെ ഓക്സിജനുമായിട്ട് എൻ്റെ ഈ പ്ലാസ്റ്റർ പാരിസ് കെമിക്കൽ ആക്ഷൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആ ഭാഗത്ത് ഈ അടന്നു പോകാൻ ചാൻസ് ഉണ്ട്. ആനകൾ, കഥകളി ശില്പങ്ങൾ എന്നിവയ്ക്കായി ആവശ്യക്കാരെത്തുന്നുണ്ട്. ക്ഷേത്രങ്ങൾക്കായും ശില്പങ്ങൾ നിർമ്മിച്ചു നൽകുന്നുണ്ട് ഈ കലാകാരൻ. ചിത്രങ്ങൾക്കും അലങ്കാര വസ്തുക്കൾക്കും ആവശ്യക്കാരുണ്ട്. മൃഗസംരക്ഷണ വകുപ്പിൽ ജോലി ചെയ്തിരുന്ന കാലത്തും ചിത്രങ്ങളും ശില്പങ്ങളും ഒരുക്കിയിരുന്നുവെങ്കിലും അന്ന് അവയൊന്നും വിൽക്കാൻ ശ്രമിച്ചിരുന്നില്ല. 2013 സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം ചിത്രകലയിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്ന രാധാകൃഷ്ണൻ സാഹിത്യ പ്രവർത്തനങ്ങളിലും സജീവമാണ്. അങ്കണവാടി അധ്യാപികയായ ഭാര്യ വിജയലക്ഷ്മി, മക്കൾ അരുൺ കൃഷ്ണൻ, ആകാശ് കൃഷ്ണൻ എന്നിവർ എന്നും പ്രചോദനമായി ഒപ്പമുണ്ട്. പ്രശസ്തിയും അംഗീകാരവുമൊക്കെ നേടിയെടുക്കാൻ മനഃപൂർവ്വം ശ്രമിക്കേണ്ടതില്ലെന്ന് നിഷ്കളങ്കമായി പറയുകയാണ് ഈ അതുല്യ കലാകാരൻ. ലാളിത്യമാർന്ന ഇത്തരം നിലപാടുകൾ കൂടി ചേരുമ്പോൾ PN രാധാകൃഷ്ണന്റെ സൃഷ്ടികൾക്ക് പത്തരമാറ്റ് തിളക്കം. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന. സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 5710 രൂപ, പവന് 45,680 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.